സങ്കീർത്തനം 4:7. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഒരു ദൈവപൈതലിന് ബൈബിളിലെ വളരെയേറെ വാക്യങ്ങളെ തൻ്റെ വാഗ്ദത്തമായി സ്വീകരിക്കാൻ കഴിയും. അതിനൊരു ഉദാഹരണമാണ് ഈ വാക്യം. ദൈവം നമുക്ക് സന്തോഷം നൽകുന്നവനാണ് എന്ന് ബൈബിളിലെ അനേക ഇടങ്ങളിൽ വാഗ്ദത്തമായി കാണാം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിനെന്ന് അപ്പോസ്തലനായ പൗലോസ് പ്രബോധിപ്പിക്കുന്നു. നാം സന്തോഷത്തോടെ ജീവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യർക്ക് താത്കാലിക സുഖം നൽകുന്നവ സന്തോഷമായി തോന്നാം, എന്നാൽ അവ ഒരിക്കലും തീരാത്ത ദുഃഖത്തിലാകും പര്യവസാനിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകൾ പലർക്കും സന്തോഷത്തിന് തടസ്സമായി തോന്നുമ്പോൾ അതനുസരിക്കുന്നവർക്ക് തൽക്കാലം പ്രയാസമായി തോന്നിയാലും നിത്യസന്തോഷത്തിലേക്ക് നയിക്കുന്നെന്ന് അറിയാൻ കഴിയും. ഭക്ഷ്യസുരക്ഷ മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും ആവശ്യമായ കരുതലുകളിൽ ഒന്നാണ്. ലോകത്ത് ഭക്ഷ്യക്ഷാമമുണ്ടായാൽ അത് എല്ലാവിധത്തിലും മനുഷ്യർക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കും. യേശു തൻ്റെ ശിഷ്യരെ പ്രാർത്ഥനയുടെ മാതൃക പഠിപ്പിക്കുമ്പോൾ അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചു. എല്ലാ ദിവസവും മുടങ്ങാതെ ആഹാരത്തിനായി പ്രാർത്ഥിക്കണമെന്ന് ഇതിൽ തന്നെ വ്യക്തം. അടുത്ത് വിശക്കുമ്പോൾ ഒന്നും കഴിക്കാനില്ലെന്ന സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുന്നത് എത്ര കഷ്ടമാണ്. എന്നാൽ ധാരാളം ഭക്ഷണമുണ്ടെന്ന ഉറപ്പ് നൽകുന്ന സന്തോഷം ചെറുതല്ല. അതുപോലെ മനുഷ്യരെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ് വീഞ്ഞ്. വിരുന്നുശാലകളിൽ വീഞ്ഞ് അതിപ്രധാന ഘടകമായാണ് പലരും കണക്കാക്കുന്നത്. എന്നാൽ ഈ ധാന്യ വീഞ്ഞുകളെക്കാൾ ഒരു ദൈവപൈതലിന് സന്തോഷം നൽകുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവവുമായുള്ള ബന്ധവുമാണ്. സന്തോഷം ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, എന്നാൽ അതിനുള്ള വ്യവസ്ഥകളും നാം അംഗീകരിക്കണം. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ മുറുകെ പിടിച്ച് ദൈവം നൽകുന്ന സന്തോഷത്തെ നഷ്ടമാക്കരുത്. ഏത് ദുഃഖവും സന്തോഷമാക്കാൻ ദൈവത്തിന് കഴിയും. മാത്രമല്ല, യഥാർത്ഥ സന്തോഷം നൽകാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ലോകത്തിലെ താത്കാലിക സന്തോഷമല്ല നമ്മുടെ ലക്ഷ്യം. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നിത്യസന്തോഷമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.